അപ്പൊ നമുക്കിന്ന് ഒരു ചക്കപ്പുരാണായാലോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു 5-6 വാക്യം ചക്കയെ കുറിച്ച് അങ്ങോട്ട് വർണ്ണിച്ചിട്ട് പോവാനാന്ന്. സത്യത്തിൽ എനിക്ക് ചക്കേനെ കുറിച്ച് ഒന്നും അറിയില്ല. ചക്കയും ഞാനും തമ്മിൽ ഒരിക്കലും ചേരാത്ത സംഭവമായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ചക്ക ഭ്രാന്തുണ്ടായാല് നമ്മളും അറിയാതെ ആ ഒരു ട്രാക്കിലേക്ക് വരും. ചക്കയുടെ ഗുണം, ചക്കയുടെ മണം, ചക്കയുടെ മധുരം, ചക്കയുടെ നിറം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു കുഞ്ഞൻ ചക്കയുടെ പകുതി ഞാൻ തന്നെയാണ് തിന്നു തീർത്തത്. വിരുന്നു വന്നതാണ് ഈ കുഞ്ഞൻ ചക്ക. പഴുക്കോ പഴുക്കില്ലേന്ന് അറിയാത്തത് കൊണ്ട് 2 ദിവസം അങ്ങനെ പോയി. പിന്നെ മനോഹരമായ മണം കൊണ്ട് മുറിയാകെ നിറഞ്ഞു. അപ്പൊ ഞങ്ങൾ പതുക്കെ ചക്ക വെട്ടി നോക്കി. ആഹാ, എന്തു നല്ല മണം, എന്തു നല്ല നിറം, എന്താ രുചി. അങ്ങനെ മൊത്തം ഞങ്ങൾ തന്നെ തിന്നു തീർത്തു. അതായത് പകുതി ഞാനും പകുതി ഹസ്ബൻഡും. എന്തിനാണ് ഇവിടെ ഇത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞൊരു മറുപടിയേ എനിക്ക് പറയാനുള്ളൂ: ഒരു സുഖം, ഒരു മനസ്സുഖം. ചക്കയൊക്കെ എല്ലായിടത്തും ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ചക്കയില്ലാത്തത് കൊണ്ട് കിട്ടിയ ഈ ചക്ക ഒരുപാട് ആസ്വദിച്ച് തന്നെ ഞങ്ങൾ കഴിച്ചു. അപ്പൊ ചക്ക തന്നവർക്ക് പ്രത്യേകം നന്ദി. ചക്ക തിന്ന ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഇക്കൊല്ലം സമൃദ്ധമായി ചക്ക ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ സാങ്കേതിക